അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി നിയോജക മണ്ഡലത്തെ മുഴുവൻ വോട്ടർമാരും ഏറ്റെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണ വിഷയമാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്നും നേതാക്കൾ. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും ഏറ്റെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണ വിഷയമാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന നേതാക്കളായ ഷമീർ പനിക്കൽ, ബാബു എലിയാസ്, AG ജോർജ്, KP ബാബു, അബു മൊയ്തീൻ, MS എൽദോസ്, KJ ബോബൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷം ഇതേ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത വാഗ്ദാനമായിരുന്നു ക്ഷേമ പെൻഷൻ 1500 എന്നുള്ളത് 2000 ആക്കുമെന്നുള്ളത്. ആ 2000 ആക്കി എന്നുള്ളത് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കലാണ് ഈ പെൻഷൻ 2000 ആക്കിയത്. അപ്പൊ 5 വർഷക്കാലം തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റാതെ 5 വർഷക്കാലം കേരളത്തിൽ ഭരിക്കുകയും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പ്രചരിപ്പിച്ചു, 1 മാസത്തെ പെൻഷൻ കൊടുത്തു. പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അത് അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ വലിയ വിജയം നമുക്ക് UDF ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ രാഹുൽ ഗാന്ധി പറയുന്ന ഞങ്ങൾ ഇന്ത്യയിൽ അധികാരത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ ഈ ക്ഷേമ പെൻഷനാണ് ഒന്നാമത്തെ കാര്യം. 2000 രൂപ ക്ഷേമ പെൻഷൻ എന്നുള്ളത് 100 ദിവസത്തിനുള്ളിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനുള്ളിൽ അത് 3000 വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ ഗ്യാരണ്ടിയിൽ പറയുന്നത്. 100% ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കാൻ പോകുന്നത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 എന്നുള്ളത് 3000 വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചും സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചും ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയും യുവാക്കൾക്ക് തൊഴിൽ സംരംഭത്തിന് പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചും വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ സഹായം പ്രഖ്യാപിച്ചും പുറത്തിറക്കിയ ഇന്ദിരാ ഗ്യാരണ്ടി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ വോട്ടർമാർ രാഷ്ട്രീയ ഭേദമന്യേ ഏറ്റെടുത്തതായും നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി MLA ആയി നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ളയാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ പുതുതായി ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതികളൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ആ സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത്, പ്രചരണ രംഗത്ത് ഞങ്ങൾ ഈ നാട്ടിലെ വോട്ടർമാരുമായി സംവദിക്കുമ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടിക്ക് കിട്ടിയ ഒരു സ്വീകാര്യത എന്നുള്ളത് താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകള്, സ്ത്രീകളായിട്ടുള്ള ആളുകള്, വയോജനങ്ങളായിട്ടുള്ള ആളുകള്, ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളുള്ള പ്രയാസങ്ങളുള്ള ആളുകള്, അത്തരം ആളുകളുടെ ഇടയിൽ ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി എന്ന ഈ പദ്ധതിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. കോതമംഗലം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് 10 വർഷക്കാലമായി നിയോജക മണ്ഡലത്തിലെ പരിഹരിക്കപ്പെടാതെ പോയ തങ്കളം കാക്കനാട് പാത, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, രൂക്ഷമായ വന്യമൃഗശല്യം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് നേതാക്കൾ സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം 2 ഘട്ടം പൂർത്തീകരിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.